ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ സ്ലൈഡ്സ് മേക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ സ്ലൈഡ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ആപ്പ് സെലക്ട് ചെയ്തു, അതിൽ സ്ലൈഡ്സ് എന്ന് കൊടുത്താൽ തന്നെ അത് വരും. അപ്പോൾ സ്ലൈഡ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ സ്ലൈഡ്സ് വരും. അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം. എൻ്റെ ഫോണിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യുക. നിങ്ങളത് ഇൻസ്റ്റാൾ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഓപ്പൺ എന്ന് കാണും. അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്ലൈഡിലോട്ട് എൻ്റർ ചെയ്യും. ഞാനിവിടെ ഓൾറെഡി ഒരുപാട് സ്ലൈഡ്സ് മേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. നമുക്ക് പുതിയതായി ഒരു സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രസൻറ്റേഷൻ ചൂസ് ടെംപ്ലേറ്റ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സ്ലൈഡ്സാണ് മേക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ന്യൂ പ്രസൻറ്റേഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക. ഇതുപോലുള്ളതിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ആവും. ഡബിൾ ക്ലിക്ക് കൊടുത്താൽ നമുക്ക് അവിടെയുള്ള ആ ഒരു റൈറ്റ് ചെയ്തത് റിമൂവ് ആവും. ഇനി നമുക്ക് എന്തിൻ്റെ സ്ലൈഡാണ് മേക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം കൊടുക്കുക. എന്താണോ അതിൻ്റെ പേര് അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തു എന്നുള്ളൂ. അതിൽ നമുക്ക് ഈ റൈറ്റ് ചെയ്യുന്നതിൽ എന്ത് ചേഞ്ചസും വരുത്താം. നമ്മളിവിടെ ഈ എ എന്നുള്ള അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ ഇതുപോലെ ഏത് രീതിയിലും നമുക്ക് ആ ലെറ്റർ വരും. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏരിയലാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പാക്റ്റ് എടുത്തു. ഇനി നിങ്ങൾക്ക് ലെറ്ററിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും പറ്റും. ഈ പ്ലസ് എന്ന് കൊടുത്താൽ അത് കൂട്ടും. അതല്ല ഈ മൈനസ് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് നമ്പർ കാണുന്നുണ്ടാവും. ആ നമ്പറിൻ്റെ സൈസിൽ നമുക്ക് ഓരോ ലെറ്റേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാം. ഹെഡിങ്ങിന് നമ്മൾ 60, 70 അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതല്ല അതിന് താഴെയുള്ള ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു 30, 35 അതിലൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മളെ ടെക്സ്റ്റിൻ്റെ കളറ്, ഇവിടെ ഈ ടെക്സ്റ്റ് എന്നുള്ള ഇവിടെ ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് ഏത് കളറാണോ നമുക്ക് വേണ്ടത് അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ വേറൊരു കളറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നോർമലി നമ്മൾ ബ്ലാക്കാണ് എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഇനി ഞാൻ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഇതിലായിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടു. ഇനി നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സെൻറ്ററിലാണ് നമുക്ക് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പൊസിഷനിൽ, ഇത് എൻഡിങ് ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്ക് ബുള്ളറ്റ് പോലെ, അതായത് പോയിൻ്റ് വൈസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ബുള്ളറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ നമ്മൾ ഇനി റൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബുള്ളറ്റ്. അപ്പോൾ അവിടെ എഴുതി പിന്നെ ഒരു എൻറ്റർ കൊടുത്താൽ നെക്സ്റ്റ് ബുള്ളറ്റ് അവിടെ വരും. ഇനി അതല്ല അവിടെ നമ്പേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിൽ കാണാം. ഇവിടെയുള്ള ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ 1 എന്നാണ് വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു കളറായിട്ടാണ് നിങ്ങൾക്ക് അവിടെ ശരിക്കും കാണാത്തത്. അത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണും. ഞാൻ ആ സെലക്ട് ചെയ്ത കളർ കൊണ്ടാണ് അത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അത്, ഇപ്പോൾ അതുപോലെ ബോൾഡ്, ഇറ്റാലിക്, ഇങ്ങനെ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യൽ കണ്ടു. അതുപോലെ ലെറ്റേഴ്സിൻ്റെ മോഡൽ, അതായത് ഓരോ രീതിയിലുള്ളത്, അതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ, പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അത്. ഇപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബുള്ളറ്റ് വേണമെങ്കിൽ അത്. അതല്ല ഇതാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പർ 1 by 1 ആയിട്ട് വരും. നമ്മൾ എൻ്റർ അടിക്കുന്നതിനനുസരിച്ച് 2, 3 അങ്ങനെ വരും. ഇനി ആ ലൈനിൻ്റെ സ്പേസ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, കുറക്കണമെങ്കിൽ കുറക്കും ചെയ്യുക. നോർമലി ഈ 1 ആണ് നോർമൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവിടെ ചെയ്യാം കേട്ടോ. അതുപോലെ ഫോർമാറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഏതാ വേണ്ടത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇതിലുള്ളതൊക്കെ നോർമലാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളറ്, അതുപോലെ ഇത് ഏത് ആ ലെറ്ററിൻ്റെ ഷേപ്പ്, പിന്നെ സൈസ്, ഈ 3 ശ്രദ്ധിച്ചാൽ മതി. അത്രയും നമുക്ക് നോർമൽ ഒരു സ്ലൈഡ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടൊരു ഇമേജ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനൊരു ഇമേജ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരെ താഴെ ഒന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ അവിടെ എല്ലാം എഴുതിയത് പോവും. അതല്ലെങ്കിൽ ബാക്ക് കൊടുത്താലും മതി. ഇനി ഇവിടെ ഒരു പ്ലസ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്
ഇപ്പോൾ ഏത് സ്ലൈഡിലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വേറൊരു സ്ലൈഡിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് കണ്ടില്ലേ, നമുക്ക് രണ്ടാമതൊരു സ്ലൈഡ് വേണമെങ്കിൽ ആ ഒരു പ്ലസ്സിൽ ഞെക്കിയാൽ ഇവിടെ രണ്ടാമതൊരു സ്ലൈഡ് വരും. ഇതൊക്കെ നമുക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കാനുള്ള ഓരോ ഇപ്പോൾ ഫോർമാറ്റുകളാട്ടോ. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകളാണ് ഉള്ളത്. ഇപ്പോൾ ഇതാണ് ടൈറ്റിൽ ആൻഡ് 2 കോളം. ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് 2 കോളം വേണമെങ്കിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ഉള്ളത് മാറി അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അത് സെൻറ്ററിൽ വേണമെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ട് അത് സെൻറ്റർ കൊടുക്കാം. അതല്ല ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഏതാ നമുക്ക് വേണ്ടതെന്നുള്ള അവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ ഹെഡിങ് ആകുമ്പോൾ നോർമലി നമുക്കറിയാം സെൻറ്ററാണ്. അപ്പോൾ സെൻറ്റർ കൊടുത്തു. ഇനി ഇവിടെ നമുക്കതിൻ്റെ ഓരോ പോയിൻറ്റ്സ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബുള്ളറ്റ് എടുക്കുക. ബുള്ളറ്റിൽ നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ, എന്താണോ വേണ്ടത്. ഇപ്പോൾ ഫസ്റ്റത്തെ പിന്നെ എൻ്റർ കൊടുക്കുമ്പോൾ രണ്ടാമത്തേത് വന്നു. ഇനി അതല്ല 1 2 ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ 1 2 3 എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ എൻ്റർ കൊടുക്കുമ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഞാൻ എഴുതിയ സമയത്ത് അത് ചെറുതാണെന്ന് കാണാം നിങ്ങൾക്ക്. ഇനി ആ എഴുതിയത് ഒഴിവാക്കാതെ നമുക്കത് സൈസ് കൂട്ടണമെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക. ഒന്ന് ലോങ് പ്രസ് കൊടുത്താൽ മതി, അപ്പോൾ അത് സെലക്ട് ആവും. ആ സെലക്ട് ആയിട്ട് ഇവിടെ ഈ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കതിൻ്റെ സൈസ് കൂട്ടാം. അപ്പോൾ നമ്മൾ എഴുതിയതിൻ്റെ തന്നെ സൈസ് കൂട്ടാൻ പറ്റും. അതുപോലെ ഇതിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ വേണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് തന്നെ ആക്കാം. ഓക്കെ, ഏത് വേണമെങ്കിലും നമ്മൾ എഴുതിയത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ചെറുതൊന്ന് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമുക്കിവിടെ സ്ക്രോൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണുന്നുണ്ടാവും. ഇത് വെച്ച് നമ്മളിങ്ങനെ താഴോട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്കിത് മൊത്തം ഇതുപോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ ലോങ് പ്രസ് കൊടുത്താൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ലോങ് പ്രസ് കൊടുത്താൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു സൈഡിൽ 2 ഭാഗത്തും കാണുന്നില്ലേ, ഇത് മുകളിലോട്ട് എടുക്കാനാണ്. കണ്ടോ, അങ്ങനെ മുകളിലുള്ള ഭാഗം സെലക്ട് ആവും. നമ്മൾ സെലക്ട് ആയത് ഈ ഒരു വേറെ ഒരു പിങ്ക് കളറിൽ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ഈ എന്നുള്ള അതിൽ പോയാൽ നമുക്കിവിടെ എന്ത് ചേഞ്ച് വേണമെങ്കിലും വരുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഏരിയൽ ആണെങ്കിൽ ഏരിയൽ എന്നുള്ളതിൽ കൊടുക്കുക. ഇവിടെ ഏത് സൈസാണ് വേണ്ടത് ആ സൈസ് നമുക്ക് കൊടുക്കാം. ആ സൈസിൽ അവിടെ വരും. പിന്നെ ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് ബ്ലാക്ക് തന്നെയാണ്, വേറെ കളറ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിൻ്റെ തീം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇവിടെ കസ്റ്റം കളേഴ്സ് നമ്മളത് പെയ്ഡായിട്ട് വേണം, അത് നമുക്ക് പറ്റില്ല. അപ്പോൾ ബേസിക് കളേഴ്സ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തീംസ് നമുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് അവിടെ ഉണ്ടാവും. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ അത് സെലക്ട് ചെയ്ത് ബാക്ക് അടിച്ചുകൊണ്ടാട്ടോ അവിടെ ഉള്ളത് പോയത്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ നിന്ന് പോകും. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഇമേജ് വരണമെങ്കിൽ ഈ ഒരു സ്ലൈഡ് എടുത്തിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് കാണാം ഇമേജ് എന്നുള്ളത്. അപ്പോൾ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഗാലറിയിൽ നിന്ന് എന്ത് പിക്കാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു പിക്ചറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സൈഡിലുള്ള ഓരോ ബുള്ളറ്റുകളുണ്ടല്ലോ, അതിങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് സൈഡ് ചെറുതാക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച്. ഇനി അതല്ല ഇതിന് എക്സ്ട്രാ പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് റെഡിയാക്കാൻ പറ്റും. ഇതുമ്മേ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ആരോ കാണാം. ഈ ആരോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് അവിടെ നിന്നൊന്ന് എഡിറ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കളയാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഇത്രയും ചെറുതാക്കി. ഇനി ഓൾറെഡി ഉള്ള ആ പിക്ക് ഉണ്ടാവില്ല. ഞാൻ അപ്പോൾ എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു നമ്മൾ എത്രയാണോ ചെറുതാക്കി എടുത്തത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു ഇമേജ് ആയിക്കോട്ടെ അതിന് എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ലാത്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ കട്ട് ചെയ്തത് തന്നെ ഇനി എനിക്കിതിൻ്റെ ചെറിയ സൈസ് മതി, കാരണം എനിക്കിത് ഈ ഒരു സൈഡിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് നമ്മളെ ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ലൈഡ് അവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ ഹെഡിങ് എന്നുള്ളതാണ്. ആ ഹെഡിങ്ങിൻ്റെ അവിടെ നമുക്ക്
ഹെഡിങ് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഇത് കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കളറാവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേറൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു അല്ലേ, ആ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ആദ്യം അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കാണാത്തത് കേട്ടോ. ഓക്കെ, ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ കാണാം, കണ്ടോ, നമ്മൾ ബ്ലാക്ക് കളറിലായി. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്കിതിങ്ങനെ ബാക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ കളറ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്നത് ഹെഡിങ് കൊടുക്കാൻ പഠിച്ചു, അതുപോലെ ഇമേജ് എൻ്റർ ചെയ്യാൻ, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഇതുപോലെ വേറെ അതായത് ഇപ്പോൾ നമ്മളൊരു ചാപ്റ്ററിൻ്റെ ഒരു പാഠത്തിൻ്റെ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ടുകളുണ്ടാവും. ഓരോ പാർട്ടിലും നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ഇമേജ് ചേർക്കാം, അതുപോലെ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു സ്ലൈഡ്, ഇപ്പോൾ ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് സ്ലൈഡ്. ഇനിയൊരു സ്ലൈഡ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ വേറെ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മെയിൻ പോയിൻറ്റ്സ് മാത്രം, ഇപ്പോൾ ഹെഡിങ്ങും കാര്യമൊന്നും വേണ്ട, ഒരു മെയിൻ പോയിൻറ്റ്സ് മാത്രമാണെങ്കിൽ ഈ സ്ലൈഡ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ അത് പോയി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് തോന്നുകയാണ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഇതെടുത്തിട്ട് നമുക്ക് ഈ സെൻറ്റർ കൊടുത്താൽ അത് ഹെഡിങ് ആയി. പിന്നെ അതിന് താഴോട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. അത് സെലക്ട് ആയതുകൊണ്ടാണ് അങ്ങനെ പോയത് കേട്ടോ. ഇനി നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ കൊടുത്തു. അപ്പോൾ സെൻറ്ററിലാണ് ഇപ്പോൾ ഇതുള്ളത്. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എൻറ്റർ കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തത് അവിടെ പോകും. അപ്പോൾ ഇനി നമുക്കിവിടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അത് ഹെഡിങ് ആണ്. ഇനി ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ, ഫസ്റ്റ് തൊട്ടല്ലേ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇതല്ല, എക്സ്ട്രാ നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു സ്ലൈഡിനകത്തല്ലാതെ വേറെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലസ് കൊടുക്കാം. ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ആ ഒരു സ്ലൈഡിലല്ലാതെ ഇവിടെ വേറെ ഒരു സ്ലൈഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. നമുക്ക് ചിലപ്പോൾ ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. ഒക്കെ നമ്മളെ ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു സെൻറ്ററിലുള്ളതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഉള്ള ഇതിലുണ്ട്. അതുപോലെ നമ്മളിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ടെക്സ്റ്റിൻ്റെതും ഇവിടെ വരും. അപ്പോൾ ആ ടെക്സ്റ്റിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ നമുക്കവിടെ എഴുതാൻ പറ്റും. എന്നിട്ട് അത് ഞാനിതാ ഇപ്പോൾ ഇവിടെ മുകളിലോട്ട് അത് അങ്ങോട്ട് വലിച്ചെടുത്തു. അപ്പോൾ ഡ്രാഗ് ചെയ്തപ്പോൾ അവിടെ മുകളിലെത്തി കേട്ടോ. അപ്പോൾ അതിൽ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഒറ്റ മെയിൻ പോയിൻ്റുള്ളൊരു സ്ലൈഡാണ് എടുത്തത്, അതിലിപ്പോൾ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. ആ ടെക്സ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ഇതാ ഡിലീറ്റ് എന്നുള്ളത് കാണാം. ആ ഡിലീറ്റിൽ നമുക്ക് കൊടുത്താൽ അത് ഡിലീറ്റ് ആവുകയും ചെയ്യും. ഇനിയും വേണമെങ്കിൽ അങ്ങനെ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് എടുക്കാം. അത് നമ്മൾ ആവശ്യാനുസരണം നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ എഴുതിയത്, ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതി അതെനിക്ക് ഇപ്പോൾ അവിടെ വേണ്ട, അത് വേറെ സ്ഥലത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് സെലക്ട് ആയി. ഇനി നിങ്ങൾക്ക് കാണാം അത് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ഇവിടെ കൊടുത്താൽ അത് കോപ്പി ആയി കിട്ടും. നമുക്ക് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാം. അതല്ല ഈ സ്ലൈഡിൽ മൊത്തം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ സെലക്ട് ഓൾ എന്ന് കൊടുത്താൽ മൊത്തം നമുക്ക് സെലക്ട് ആയി കിട്ടും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലിങ്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇതിപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യുക, ഇവിടുന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്താണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കട്ട് കൊടുത്താൽ അവിടുന്ന് അത് പോയി. ഇനി എനിക്കിവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ലോങ് പ്രസ് കൊടുക്കുക. ലോങ് പ്രസ് കൊടുത്തിട്ട് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് കട്ട് ചെയ്തത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ലോങ് പ്രസ് കൊടുക്കുമ്പോൾ അവിടെ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ സ്ലൈഡ്സ് മേക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് ആഡ് ചെയ്യാൻ ഈ പ്ലസ് എന്നുള്ളതാണ്. അവിടെ ടെക്സ്റ്റ് മാത്രമല്ല, അതിൻ്റെ ഷേപ്പ്, ലൈന്, ഇനി എന്തെങ്കിലും ടേബിളാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാം.
അപ്പോൾ അതിൽ എത്ര കോളം വേണം, എത്ര റോ വേണം എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് കുറക്കാൻ ഇത്, കൂട്ടാൻ ഈ ഒരു ബട്ടണ്, റോൻ്റെത് കൂട്ടാൻ ഇത്, കുറക്കാൻ ഇത്. ഇനി എന്നിട്ട് ഇൻസേർട്ട് ടേബിൾ എന്ന് കൊടുത്താൽ ആ ഒരു ടേബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ആയി കിട്ടും. ഇനി ആ ടേബിളിനകത്തും നമുക്ക് ഓരോന്ന് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചില ഇതൊക്കെ നമുക്ക് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ കൊടുക്കുക. അതൊക്കെ നമ്മൾ ഈ ഒരു പ്ലസ് എന്നുള്ള ബട്ടണിലാണ്. ഈ എ എന്നുള്ളതിലാണ് ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മാറ്റാൻ, അതുപോലെ അതിൻ്റെ സൈസ്, ടെക്സ്റ്റിൻ്റെ കളറ്, നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുക ഈ എ എന്നുള്ളതിലാണ് കേട്ടോ. അതല്ലാതെ ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോൾഡ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ബോൾഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ ആ ഒരു ലെറ്റർ ആ ഒരു ഷേപ്പിലായിരിക്കും. അതിന് അണ്ടർലൈൻ വേണമെങ്കിൽ ആദ്യം അണ്ടർലൈൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അണ്ടർലൈൻ കിട്ടും. ഇനി ബാക്ക് അടിച്ചിട്ട് പിന്നെ അണ്ടർലൈനിൽ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഹെഡിങ്ങിന് മാത്രമല്ലേ നമുക്ക് അണ്ടർലൈൻ വേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബാക്ക്ഗ്രൗണ്ടിനാണ് നമ്മൾ ഈ ഒരു ഇത് സെലക്ട് ചെയ്തത്. അതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ റെഡ് ഞാൻ സെലക്ട് ചെയ്തു. ഡാർക്ക് റെഡും ഉണ്ട്, അതിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ കളർ വേണമെങ്കിൽ ഇതും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവും. ഇതുപോലെ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ് നമുക്ക് കൂടുതൽ എടുത്ത് കാണിക്കും. അപ്പോൾ ഏത് കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ബ്രൈറ്റ്നെസ് പറ്റ കുറഞ്ഞ് ഇതുണ്ടാവും. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഉണ്ടാക്കിയ സ്ലൈഡ് തന്നെ നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ബുള്ളറ്റ് പോലെ സൈഡിലുണ്ടാവും. ആ ബുള്ളറ്റ് വെച്ചിട്ട് നമുക്കിതാ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു കോളത്തിനനുസരിച്ച് ഇപ്പോൾ ഇതിൽ നമുക്ക് എത്ര വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ലൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ചതുരത്തിന് പുറത്തോട്ട് പോകരുത്. അങ്ങനെ ആയാൽ നമ്മൾ PDF എടുക്കുന്ന സമയത്ത് അതിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടെയുള്ള ഈ ഒരു ചതുരം വലിയ വൈറ്റ് കളറിലല്ലേ, ആ ചതുരത്തിലാണ് നമ്മളിത് കൊടുക്കേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് മാത്രം. ഇപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഇതിൽ ഞാനിപ്പോൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ പോകാൻ പാടുള്ളൂ. ഇതിന് പുറത്തേക്ക് പോയാൽ പിന്നെ അതിൽ ടൈപ്പ് ചെയ്യുന്നതൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് സ്ലൈഡ് മേക്ക് ചെയ്യേണ്ട നോർമൽ കാര്യങ്ങൾ. ഇതല്ലാതെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ ഒരു സ്ലൈഡ് മേക്ക് ചെയ്യണമെങ്കിൽ ഇത്ര മതി. ഇനി എന്നിട്ട് അതിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ പോയിട്ട് ഷെയർ ആൻഡ് എക്സ്പോർട്ട് കൊടുക്കുക. അതിൽ സേവ് ആസ് എന്ന് കൊടുക്കണം. അത് കൊടുത്തിട്ട് PDF-ലാണ് അല്ലെങ്കിൽ പവർ പോയിൻറ്റിൽ. PDF-ലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാൾക്ക് അയച്ചു കൊടുത്താൽ അതിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പവർ പോയിൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ PPT ആണ് അയച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ PDF ആണ് എടുക്കുന്നത്. അപ്പോൾ PDF സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത് സേവിങ് എന്ന് കണ്ടു. അപ്പോൾ ഇത് ഇനി നമ്മളെ സ്ലൈഡിലുണ്ടാവും. ഇതിപ്പോൾ ഇനി നമ്മൾ എപ്പോൾ എടുത്ത് നോക്കിയാലും നമുക്കത് നമ്മുടെ സ്ലൈഡിൽ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ബാക്ക് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ സേവ് ചെയ്തത് ഇപ്പോൾ കണ്ടോ, ഇതുപോലെ സ്ലൈഡിലുണ്ട്. ഇനി അത് അൺടൈറ്റിൽഡ് പ്രസൻറ്റേഷൻ എന്നാണ് അവിടെ കാണുന്നത്. നമുക്കത് റീനെയിം ചെയ്യാം. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പേര് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് റീനെയിം എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേരിൽ അത് വന്നു. ഇനി നമുക്കിത് ഒരു സൂമിലാണ് നമുക്കിത് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിന് സെൻഡ് കോപ്പി എന്നാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അത് ആദ്യം ഡ്രൈവിലാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ കയറ്റി വെച്ചാൽ അതവിടെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കാണാം, ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്യാൻ അവിടെ ഉണ്ടാവും. ഓൾറെഡി ഫോണിലുണ്ടാവും. അതല്ലെങ്കിൽ നമുക്കിതുപോലെ എടുക്കുക. എൻ്റെ ഫോണിൽ ഓൾറെഡി ഉണ്ട് ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഓപ്പൺ കാണാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്നാണ് കാണുക. അപ്പോൾ നമ്മൾ അവിടുന്ന് സേവ് ചെയ്താണ് ഇവിടെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചത് ഇവിടെ ഉണ്ട്, നമ്മളെ സ്ലൈഡ്സിലുണ്ട്. 1 മിനിറ്റ്. സ്ലൈഡ്സ് എടുത്തു. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചത് ഇതാ ഇവിടെ ഉണ്ട്. അതിൽ ആ 3 ഡോട്ടിൽ കൊടുക്കുക. എന്നിട്ട് സെൻഡ് കോപ്പി സെലക്ട് ചെയ്യുക. PDF ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. PPT ആണെങ്കിൽ നിങ്ങൾക്ക് പവർ പോയിൻ്റ് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ PDF വേണ്ടവർ PDF സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ഇനി വാട്സപ്പ് ത്രൂ അയച്ചു കൊടുക്കണമെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഷെയർ ചെയ്യാം. അതല്ല നമ്മളിപ്പോൾ ഒരു സൂമിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഡ്രൈവിൽ സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു അപ്ലോഡ് എന്ന് നിങ്ങൾക്ക് കാണാം. ആ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവിൽ അത് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഡ്രൈവ് നമ്മൾ എടുത്ത് നോക്കിയാലും മതി.
അപ്പോൾ 1 മിനിറ്റ്. നമ്മൾ ഓൾറെഡി ഫോണിൽ നേരത്തെ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ആ ഡ്രൈവ് നമ്മൾ എടുക്കുക, ഗൂഗിൾ ഡ്രൈവ്. ആ ഗൂഗിൾ ഡ്രൈവിൽ റീസെൻറ്റ് എന്ന് കൊടുത്താൽ റീസെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തത് കിട്ടാനാണ് റീസെൻറ്റ്. അല്ലെങ്കിൽ നമ്മളിതാ ഇതുപോലെ ഞാൻ ഇതിൻ്റെ മുന്നേ ഡ്രൈവിൽ സേവ് ചെയ്ത കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ നമ്മൾ എന്ത് നെയിമാണോ കൊടുത്തത് അത് നമുക്ക് അവിടെ കിട്ടും. അവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അതല്ല ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ റീസെൻറ്റിൽ കൊടുത്താൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ഇതാണ്, നിങ്ങൾക്ക് കാണാം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. അവിടെ PDF ആയിട്ടുള്ളതിന് ഇതാ ഇതുപോലെ യെല്ലോ കളറിലുണ്ടാവും. ഞാനവിടെ PDF ആയിട്ടാണ് അവിടെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ 3 ഡോട്ടിൽ കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് എന്ന് കാണാം. അതിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ ആ സ്ലൈഡിൽ പോയിട്ട് ഓപ്പൺ ആവുക ചെയ്യുക. പക്ഷേ നമ്മളിവിടെ ഡൗൺലോഡാണ് കൊടുക്കേണ്ടത്. ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് 1 ഐറ്റം വിൽ ബി ഡൗൺലോഡഡ്, നിങ്ങൾക്ക് കാണാം, ഡൗൺലോഡഡ് 1 ഫയൽ. അപ്പോൾ അത് അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കത് സൂമിൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തത്, അപ്പോൾ ആദ്യം സൂം എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്തു. അപ്പോൾ ആ സൂമിൽ പോയിട്ട് ആദ്യം നമുക്ക് സെൽഫായിട്ട് ചെയ്ത് നോക്കണമെങ്കിൽ അവിടെ നമ്മളൊരു മീറ്റിംഗ്, അതായത് നമ്മൾ സെൽഫായിട്ടൊരു ലിങ്ക് ഉണ്ടാക്കണം. ആ ലിങ്ക് ഉണ്ടാക്കാൻ ആദ്യം ഷെഡ്യൂളിൽ പോവുക. ഷെഡ്യൂളിൽ പോയിട്ട് നമുക്ക് വേണ്ട ടൈം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏത് ടൈമായാലും നമുക്ക് ആവും. ഇവിടെ നോട്ട് നൗ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഡേറ്റ്, അതുപോലെ ഫ്രം ടു, ഇത്ര സമയം തൊട്ട് ഇത്ര ടൈം വരെ 45 മിനിറ്റാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഫ്രീ ആയിട്ടുള്ള സൂമിൽ 45 മിനിറ്റാണ് ഒരു ലിങ്കിൽ ഉണ്ടാവുക. അപ്പോൾ അത് കൊടുത്തിട്ട് ആ ടൈം സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ ഉള്ള ടൈം സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എത്രയാണോ ടൈം അതിന് മുൻപോട്ടുള്ള ടൈം നമുക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എന്നിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ ഇവിടെ സേവ് എന്നുണ്ടാവും. അപ്പോൾ ആ സേവ് എന്ന് കൊടുക്കുന്നത് കാണുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ നോക്കാം. അതല്ല നമുക്ക് വേറെ വാട്സപ്പിലോട്ട് വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കാനാണെങ്കിൽ ഇൻവൈറ്റ് എന്ന് എടുക്കാം. എന്നിട്ട് അവിടെ നമുക്കത് കോപ്പി ചെയ്യാനുണ്ടാവും. വാട്സപ്പ് ത്രൂ ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ആ ഒരു വാട്സപ്പിൽ പേസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഇതാ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പറിലോട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടും. നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ നമ്പർ തന്നെ സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ സൂം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൂം ഓപ്പൺ ആവും. ഓക്കെ,
ഇത്രയാണ് നമ്മൾ സ്ലൈഡ്സ് മേക്ക് ചെയ്ത് അത് സൂമിൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് ചെയ്യുന്നത്.